ഈ നാട്ടിലെ സത്യധർമാദികളോ ഇല്ല, മതേതരത്വമില്ല, മതസ്വാതന്ത്ര്യമില്ല. ഞാൻ പറയുന്നത് ഛത്തീസ്ഗഡിനെ പറ്റിയാണ്. ഛത്തീസ്ഗഡിൽ കുറച്ച് മാസം മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 2 കന്യാസ്ത്രീകളെ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഭരണഘടനക്കാരെല്ലാം കൂടെ ബഹളമൊക്കെ വെച്ച് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഛത്തീസ്ഗഡിൽ പോയി ഒരു കണക്കിന് അവരെ ജാമ്യത്തിലിറക്കി. കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല, കേസുണ്ട്. അതിലും വലിയൊരു കണ്ടകോടാലി ഛത്തീസ്ഗഡിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു. ആ കേസ് എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാഞ്ഞത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഒരു വിധിയാണ്. 2 ജഡ്ജിമാർ, ഓണറബിൾ മിസ്റ്റർ രമേശ് സിൻഹ ചീഫ് ജസ്റ്റിസ്, ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, ഓണറബിൾ മിസ്റ്റർ ബിഭു ദത്ത ഗുരു ജഡ്ജ്, ഡിവിഷൻ ബെഞ്ചാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ. കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേര് ഫയൽ ചെയ്ത കേസാണ്. ദിഗ്ബൽ താണ്ടി, പിന്നെ ഒരാൾ നരേന്ദ്ര ഭവാനി. ഇവർ അവിടുത്തെ 6, 5, 11 പഞ്ചായത്തുകൾക്കെതിരെയും പിന്നെ പോലീസിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും നാട്ടുകാർക്ക് എല്ലാവർക്കും എതിരെ കൊടുത്ത റിട്ട് പെറ്റീഷൻ. ആ റിട്ട് പെറ്റീഷൻ വളരെ വേഗം തന്നെ ഛത്തീസ്ഗഡ് ഹൈക്കോടതി തീർപ്പാക്കി. ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ അധികം നീട്ടാതെ കാര്യം പറയാം. പെറ്റീഷണേഴ്സ് ആർ റേസിംഗ് ദ ഇഷ്യൂ ഓഫ് segregation of Christian community and their religious leaders from the mainstream village community. ക്രിസ്ത്യാനികളും അവരുടെ നേതാക്കന്മാരെയും ഈ മെയിൻ സ്ട്രീം വില്ലേജിൽ നിന്ന്, പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നു. ദ റെസ്പോണ്ടൻ്റ് അതോറിറ്റീസ് എന്ന് വെച്ചാൽ ഗവൺമെൻറ്, ജില്ലാ കളക്ടർ, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ അതോറിറ്റികൾ, പിന്നെ ഗ്രാമപഞ്ചായത്ത്, ഇവരെല്ലാം ചേർന്ന് സർക്കുലർ ഇറക്കിയിരിക്കുന്നു. സർക്കുലേറ്റഡ് എ ഫോർമാറ്റ് ഓഫ് റെസൊല്യൂഷൻ, ഒരു പ്രമേയം എല്ലാവരും പാസ്സാക്കണം എന്ന് പറഞ്ഞിട്ട് സർക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. ദേ ആർ ഇൻസ്ട്രക്റ്റിംഗ് ദ ജില്ലാ പഞ്ചായത്ത് ആൻഡ് ജനപദ് പഞ്ചായത്ത് ആൻഡ് ഇവൻച്വലി ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിനെയാണ് ജനപദ് പഞ്ചായത്ത് എന്ന് പറയുന്നത്, പിന്നെ ഗ്രാമപഞ്ചായത്ത്, ടു പാസ് റെസൊല്യൂഷൻ, ഓത്ത്, ഒന്നുകിൽ പ്രമേയം അല്ലെങ്കിൽ പ്രതിജ്ഞ, ടു പാസ് റെസൊല്യൂഷൻ ഇൻ ദ നെയിം ആൻഡ് സ്റ്റൈൽ ഹമാരി പരമ്പര ഹമാരി വിരാസത്ത്. ഇങ്ങനെ ഒരു മുദ്രാവാക്യം, ഒരു പ്രതിജ്ഞ എടുക്കണം. നമ്മുടെ പാരമ്പര്യം, നമ്മളുടെ പൈതൃകം, ഇത് സംരക്ഷിക്കും എന്നർത്ഥം. ഹമാരി പരമ്പര ഹമാരി വിരാസത്ത്. According to the petitioners, the real intention of circulating this circular is to instruct them to pass a resolution prohibiting entry of Christian pastors and the so-called converted Christians in the village. നമ്മുടെ പാരമ്പര്യം, നമ്മളുടെ പൈതൃകം എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ പാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവാഞ്ചലിക്കൽ, മറ്റേ കത്തോലിക്കരൊക്കെ ആണെങ്കിൽ ഫാദർ എന്നായിരിക്കുമല്ലോ പറയുന്നത്, പാസ്റ്റേഴ്സാണ്. ഈ പാസ്റ്റേഴ്സിനെയും കൺവെർട്ടഡ് ക്രിസ്ത്യാനികളെയും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പാരമ്പര്യം, പൈതൃകം എന്നൊക്കെ പറയുന്നത്. അറ്റ്ലീസ്റ്റ് 8 വില്ലേജസ് ഓഫ് കാങ്കേർ ഡിസ്ട്രിക്റ്റ്, കുറഞ്ഞത് 8 ഗ്രാമങ്ങൾ കാങ്കേർ ഡിസ്ട്രിക്റ്റിലെ, ഹാവ് എറക്റ്റഡ് ഹോർഡിങ്സ് which say that the entry of pastors and so-called converted Christians is prohibited in the village. വലിയ ബോർഡ് വെച്ചിരിക്കുന്നു. ക്രിസ്ത്യൻ പാസ്റ്റേഴ്സിനും മതപരിവർത്തിത ക്രിസ്ത്യാനികൾക്കും പ്രവേശനമില്ല ആ ഗ്രാമത്തിൽ. എന്തൊരു പോക്കൃത്തരാണെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊരു ധൈര്യം, എന്തൊരു ചങ്കൂറ്റം. ഒരു പാസ്റ്ററെ ഗ്രാമത്തിൽ കയറി നിന്ന് വിലക്കുക. കൺവെർട്ടഡ് ക്രിസ്ത്യാനിയെ, വെറും ക്രിസ്ത്യാനിയല്ല, കൺവെർട്ടഡ് ക്രിസ്ത്യാനിയെ അവനെ ഗ്രാമത്തിൽ കയറ്റുകയില്ല എന്ന് ബോർഡ് എഴുതി വയ്ക്കുക. ചാമ്പട, എന്താ പോക്കൃത്തരം. അപ്പോൾ ദീസ് ഹോർഡിങ്സ്
have created a sense of fear among persons of Christian minority. ഈ ബോർഡ് കാണുമ്പോൾ ക്രിസ്ത്യൻ മൈനോറിറ്റി, ന്യൂനപക്ഷമാണ്, അവർക്ക് പേടിയാകുന്നു. വാസ്തവം പറഞ്ഞാൽ ന്യൂനപക്ഷത്തെ കാണുമ്പോൾ ആ ഗ്രാമത്തിലെ മറ്റുള്ളവർ ഓച്ചാനിക്കേണ്ടതാണ്, ഇല്ലേ? അതല്ലേ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇനി ഭരണഘടനയിൽ ഇല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് അതാണ്. മനസ്സിലായ? ന്യൂനപക്ഷങ്ങളെ ബഹുമാനിക്കണം, ഓച്ചാനിക്കണം. അവർ വരുന്നത് കണ്ടാൽ വഴിമാറി കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഈ ഗ്രാമവാസികൾ അവർ ബോർഡ് വെച്ചിരിക്കുന്നു, ഇവനെ ഈ അടിച്ചതിനകത്ത് കയറ്റില്ല. അതിനർത്ഥം എന്താ? ഇവിടെ കയറി ആ മൂട്ടുകാല് തല്ലി പിടിക്കുന്നുണ്ട്. കൺവേർട്ട് ക്രിസ്ത്യാനിയും പാസ്റ്ററും മരണാപുറത്ത്. ഇതാണ് ആ ഹോർഡിങ്ങിൻ്റെ അർത്ഥം. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞോളാം. ഇതെന്താ ഈ നാട്ടിൽ ഭരണഘടനയില്ലേ? എനിക്കറിഞ്ഞുകൂടാ. ഈ ഗ്രാമപഞ്ചായത്തിനൊക്കെ ഒരു 10 കോപ്പി വീതം ഭരണഘടന എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പറയാതെ പറഞ്ഞിരിക്കുന്നത്, ന്യൂനപക്ഷങ്ങളെ കാണുമ്പോൾ തൊഴണം എന്നാണ്, പാസ്റ്റർ വരുമ്പോൾ സ്വീകരിക്കണം എന്നാണ്. അങ്ങനെയാണ് അതാണ് നമ്മുടെ പാരമ്പര്യം. അല്ലാതെ ഇവർ പറയുന്ന പരമ്പര, അല്ലെ ഇവരുടെ പൈതൃകം. ഈ വനവാസി കാട്ടുജാതിക്കാരനൊക്കെ എന്ത് പൈതൃകമാണെന്നാണ് പറയുന്നത്? എന്ത് കുന്തവനുണ്ടായിട്ടാണ്? ഇവർക്കൊക്കെ എന്തെങ്കിലും കണ്ണ് തെളിഞ്ഞത് മിഷണറിമാർ വന്നതിന് ശേഷമല്ലേ? അതുവരെ ഇവർ കിഴങ്ങ് ചുട്ട് നിന്നുകൊണ്ടിരുന്നു. മിഷണറിമാർ വന്നിട്ടാണ് ആദ്യമായിട്ട് ഇവർക്ക് പാൽപ്പൊടി കൊടുക്കുന്നത്. അതുവരെ ഇവർ പാൽപ്പൊടി എന്ന് പറയുന്ന സാധനം കണ്ടിട്ടില്ല. അവർ പറയുന്നത് ഈ പാൽപ്പൊടി തിന്നതിന് ശേഷം ഞങ്ങൾക്ക് തൂറ്റലൊഴിഞ്ഞ് നേരെയില്ല എന്നാണ്. തൂറ്റലൊഴിയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകത്ത് കിടക്കുന്ന ദുഷ്ട മുഴുവൻ പുറത്ത് പോകണ്ടേ? അത് ഈ പാൽപ്പൊടി വഴിക്കാണ് സാധിക്കുന്നത്. അതൊക്കെ പാസ്റ്റർക്ക് സാധിക്കുകയുള്ളൂ, സാധാരണക്കാരന് സാധിക്കില്ല. അപ്പോൾ അപ്രഹെൻഡിങ് ഇനി അൺടുവേർഡ് ഇൻസിഡൻറ്റ് ആൻഡ് വയലൻസ്. ഇനി തല്ല് കിട്ടുമോ എന്ന് പേടിച്ചിട്ട് ദീസ് പേഴ്സൺസ് ആർ നോട്ട് എൻറ്ററിങ് ദ വില്ലേജ് വിച്ച് ദേ യൂഷ്വലി യൂസ് ടു വിസിറ്റ്. അവിടെ കയറി ഇറങ്ങി മെഴുകി നിരങ്ങിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം അങ്ങോട്ട് കയറാൻ പേടിയാണ്. കാര്യം എന്താ? തല്ല് കിട്ടിയാലോ എന്നാണ് പേടി, അടി കിട്ടും എന്നുള്ള പേടി. ദ ഹോർഡിങ്സ് ഹാവ് ഇൻ എ വേ സസ്പെൻഡഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ദ വില്ലേജേഴ്സ് ഹൂ ബിലോങ് ടു ക്രിസ്ത്യൻ റിലിജിയൻ. ഈ ബോർഡ് ഞങ്ങളുടെ മൗലികാവകാശത്തെ മൗലികാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം കേട്ടോ. മൗലികാവകാശത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ കേസ് വേറെയാണ്, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇങ്ങനെ ബോർഡ് വെച്ചതിനാൽ തങ്ങൾക്ക് പേടിയാകുന്നെന്നും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നുമാണ് പാസ്റ്റർമാരുടെ പരാതി. ടു സം അപ്പ്, the petitioner through these petitions have raised the issue concerning freedom of religion. ഇതാണ് ജഡ്ജിമാർ പറഞ്ഞു, ഈ മാടാകോടി വർത്താനമൊക്കെ ഇയാൾ പറയുന്നത് മതപരിവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം വേണം, അത് കൊടുക്കണ്ടേ? ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന കൊടുക്കുന്നുണ്ട്. ഏത് മതവും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ആ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ആരുടെ അടുക്കളയിൽ കയറിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവകാശം ഭരണഘടനാ സിദ്ധമാണ്. തൊട്ടാൽ ഭരണഘടനയാണ് വീശിക്കളയും. ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ, ഭരണഘടന ഈ സ്വാഭാവികമായിട്ടുള്ള ഭരണഘടന സെൻറ്റൻസസ് മാത്രമാണെങ്കിൽ ഒരു 250 ഗ്രാം 300 ഗ്രാം തൂക്കമേ വരുള്ളൂ. പക്ഷേ ഇത് മുഴുവൻ ഇതിൻ്റെ അമെൻമെൻറ്റ് അത് ഇതൊക്കെ വന്നു കഴിയുമ്പോൾ വലിയ തൂക്കമാകും. 2.5 കിലോ വരും ME പൈലിയുടെ ഭരണഘടനാ വ്യാഖ്യാനം. 2.5 കിലോ എന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ നമ്മളുടെ ഹരീഷ് പോങ്ങുമുടൻ കയറി ഉടക്കി. പോങ്ങുമുടൻ ME പൈലി സാറിൻ്റെ മലയാളത്തിലൊരു ഭരണഘടന പോയി മേടിച്ച് അത് തൂക്കി നോക്കി ഞാൻ പറഞ്ഞ തൂക്കം തെറ്റാണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. കാരണം പോങ്ങുമൂടൻ തൂക്കിയത് മലയാളം വ്യാഖ്യാനമാണ്. അത് ഏത് വർഷമാണെന്നും എനിക്കറിയില്ല. ഇതിൻ്റെ റിവൈസ്ഡ് എഡിഷൻ വന്നുകൊണ്ടിരിക്കും. എൻ്റെ കയ്യിലുള്ളത് ഇംഗ്ലീഷാണ്. അതിൻ്റെ ഏകദേശ തൂക്കമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പൊന്നച്ച, ഞാനിത് ത്രാസിലിട്ട് തൂക്കിയിട്ടൊന്നുമില്ല. പോങ്ങുമൂടൻ പറഞ്ഞത് തന്നെ സത്യമെന്ന് വിചാരിക്കുക. കാരണം അങ്ങേര് ഭദ്രകാളി തുള്ളിക്കഴിഞ്ഞാൽ എൻ്റെ കിടക്കപ്രതി പോകും. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ പോങ്ങുമൂടൻ ക്ഷമിക്കട്ടെ ഈ വെയിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെങ്കിൽ. ഏതായാലും ഭരണഘടനയുടെ വെയിറ്റിനെ പറ്റി ഭരണഘടനയിലെ ഒരനുച്ഛേദത്തിലും പറയുന്നില്ല.
അതും കൂടെ പറയേണ്ടതായിരുന്നു. ഈ ഭരണഘടനയുടെ തൂക്കം ഇത്ര ഗ്രാം ആണെന്ന് അതിൽ തന്നെ എഴുതി വയ്ക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ തർക്കം ഒഴിവായതിന്. എന്തും ആയിക്കോട്ടെ, ഞാനിപ്പോൾ പോകുമ്പോഴും പറഞ്ഞത് ശരിയെന്ന് വിചാരിക്കുന്നു. കൺസേണിങ് ഫ്രീഡം ഓഫ് റിലിജിയൻ ആൻഡ് പ്രൊഫസിങ് ആൻഡ് പ്രാക്ടീസിങ് എ പെർട്ടിക്കുലർ റിലിജിയൻ ഓഫ് എ പേഴ്സൺസ് ചോയ്സ്. ഒരാൾക്ക് തോന്നുന്ന പോലെ മതം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നു കയറ്റം ആണ് ഈ ബോർഡ്. ഇതാണ് അവരുടെ ആവശ്യം. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് കേട്ടോ. ലോകത്തിൽ എനിക്കറിയാവുന്നതിൽ 2 മതങ്ങളാണ് ജനിച്ചു വീണ കൊച്ചിനെ മതം മാറ്റുന്നത്. നിങ്ങൾക്കറിയാമോ? ഒരു ക്രിസ്ത്യൻ കുട്ടി, ക്രിസ്ത്യൻ അമ്മ പ്രസവിച്ചാൽ ആ കുട്ടി ക്രിസ്ത്യാനിയല്ല, അതിനെ മാമോദീസ മുക്കി ക്രിസ്ത്യാനിയെ ആക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു മുസ്ലിം കുട്ടി, ആണോ പെണ്ണോ ആയിക്കോട്ടെ, ഇത് ജനിച്ചു വീണാൽ മുസ്ലിം അല്ല, സുന്നത്ത് ചെയ്തിട്ടാണ് ഇതിനെ മുസ്ലിം ആക്കുന്നത്. തിരിച്ചറിവില്ലാത്ത, ബോധം പോലും നേരെ ചൊവ്വയില്ലാത്ത നിഷ്കളങ്കയായ കുട്ടികളെ മതപരിവർത്തനം നടത്തുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. ഹിന്ദുക്കൾക്കൊരു ചടങ്ങുമില്ല. 28 കെട്ട് എന്ന് പറഞ്ഞിട്ടൊരു നൂല് കെട്ടുന്ന ചടങ്ങുണ്ട്. അത് കെട്ടിയില്ലെങ്കിലും ഹിന്ദു തന്നെയായിരിക്കും. ഹിന്ദു അമ്മയ്ക്കും ഹിന്ദു അച്ഛനും ജനിച്ചു കഴിഞ്ഞാൽ ആൾ ഹിന്ദുവാണ്. വേറെ ചടങ്ങൊന്നുമില്ല. മതം അടിച്ചേൽപ്പിക്കുന്ന ചടങ്ങില്ല. പക്ഷേ ഇങ്ങനെയുള്ള മതത്തെ ഉള്ള കുറ്റം മുഴുവൻ പറയുകയും മറ്റേ 2 പേരും സ്വർഗരാജ്യക്കാരാകുകയും ചെയ്യും. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല തിരിച്ചറിവില്ലാത്ത കുട്ടികളെ മതം മാറ്റുന്ന ഏർപ്പാട്. ഏത് മതത്തിൽ നാം മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രൽ മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക്, ന്യൂട്രൽ മതത്തിൽ നിന്ന്, മതമില്ലായ്മയിൽ നിന്ന് സുന്നത്ത് ചെയ്ത് മുസ്ലിമാക്കി എടുക്കുകയാണ്. സത്യമല്ലേ ഞാനീ പറയുന്നത്? അല്ല. പക്ഷേ അതിനുള്ള അവകാശം ഫ്രീഡം ഓഫ് റിലിജിയൻ അത് ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്നു. അതേസമയം ഗ്രാമപഞ്ചായത്തുകളുടെ വാദം, അവർക്കവിടെ പേസ എന്ന് പറഞ്ഞിട്ടൊരു ആക്റ്റുണ്ട്. പേസ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയ ആക്ട് 1996. പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയ ആക്ട്, അതായത് ഈ വനവാസികളൊക്കെയുള്ള പ്രദേശത്ത് അവരുടെ സ്വയംഭരണാവകാശം, അവരുടെ കൾച്ചർ, ഇതുപോലെയുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 1996 പാസ്സാക്കിയ ആക്റ്റാണ്. ആ ആക്ടിൻ്റെ വകുപ്പുകളനുസരിച്ച് അവർക്കിതൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരുടെ സംസ്കാരത്തിന്മേൽ, അവരുടെ പൈതൃകത്തിന്മേൽ ആർക്കും കടന്നു കയറാൻ സാധ്യമല്ല. ജില്ലാ കളക്ടർ പോലും അവരുടെ ഗ്രാമസഭയുടെ പെർമിഷൻ എടുത്തിട്ട് വേണം അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. നമ്മുടെ കേരളത്തിലെ അട്ടപ്പാടി അതിനകത്ത് വരേണ്ടതായിരുന്നു. നമ്മൾ പിന്നെ വലിയ പുരോഗമനം അതിലായതുകൊണ്ട് നമ്മളിത് ചെയ്തില്ല. പൊടാപ്പില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കൾച്ചർ അട്ടപ്പാടിയിലും വന്നു. അങ്ങനെ തന്തയില്ലാത്ത കൊച്ചുങ്ങൾ, ചാരായം, അത് ഇതൊക്കെ അട്ടപ്പാടിയിൽ ഇതായി. നമ്മളെക്കാൾ പുരോഗമിച്ചു അട്ടപ്പാടിക്കാർ, പുരോഗമിപ്പിച്ചു നമ്മൾ. കോടിക്കണക്കിന് രൂപയല്ലേ എന്താ ട്രൈബൽ വെൽഫെയർ, ആ വകുപ്പിലേക്ക് അങ്ങ് ചാടിക്കുകയാണ്. ഈ കാശ് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ വെറുതെ ഇരിക്കുമോ? പിന്നെ അവരെല്ലാം കൂടെ നിരങ്ങിപ്പിടിച്ചൊക്കെയാണ് നമ്മുടെ ഇത് അട്ടപ്പാടി ഈ ഒരു തലത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇതേ പരിപാടി പലർക്കും പരാതികളുണ്ട്, മറ്റേ ആൾക്കും ഇതേ പരിപാടികളുണ്ട്. ദ പെറ്റീഷൻ ഹാസ് ബീൻ ഇൻഫോംഡ് ബൈ ദ റെസിഡൻസ് ഓഫ് വില്ലേജ് ഹാവ് എ ഷൂർ ദാറ്റ് ദേ ഡു നോട്ട് ഹാവ് എനി നോളജ് ഓഫ് കൺവേർട്ടിംഗ് ഓഫ് ഗ്രാമസഭ. ഇവർ പോയി പാസ്റ്റർമാരൊക്കെ പോയി ചോദിക്കുന്ന ആരാണ് ചേട്ടാ ഇതിൻ്റെയൊക്കെ പുറകിൽ? എനിക്കറിയാമല്ലോ, അത് അവനോട് ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് ഇതിൽ വൻ കള്ളക്കളിയുണ്ടെന്നും the local people of the village are restraining all the people who belong to the Christian community. Even the Christian people who are the residents of those villages are not allowed to enter into the villages. പുറത്തുനിന്നുള്ള ക്രിസ്ത്യാനിയോ പാസ്റ്ററോ അല്ല, അവിടെ ഉള്ള ക്രിസ്ത്യാനിയെ തന്നെ അവിടെ കയറ്റില്ല എന്ന് പറയുന്നു. ഇവിടെ നിന്ന് സ്ഥലം വിട്ടോടാന്ന് പറയുന്നു. ഇതെന്ത് പരിപാടിയാണ്? യേശു ഏക ഉത്തരം എന്ന് ഇവർക്ക് അറിഞ്ഞുകൂടെങ്കിൽ പോലീസും പട്ടാളമൊക്കെ പോയി വെടിവെച്ച് ഓരോ ഉണ്ടയുടെ പുറത്തും യേശു യേശു എന്ന് എഴുതി ഇവൻ്റെ നെഞ്ചത്ത് കയറ്റണ്ടേ? മതസ്വാതന്ത്ര്യം വേണ്ടി ഇന്ന് നാട്ടിൽ നിങ്ങൾ എനിക്ക് മനസ്സിലാവണില്ല. ഇനി ഇതൊക്കെ ആരോട് പറഞ്ഞ് മനസ്സിലാക്കാനാണ്? In case when Christian pastors try to enter the village
to meet their family and friends without having any motive of conversion. ഞങ്ങൾ കൺവെർഷനൊക്കെ വേണ്ടിയിട്ട് പോകാറുണ്ട്. കൺവെർഷൻ അല്ലാതെ പോകാൻ ശ്രമിച്ചാൽ ദേ ആർ ബാഡ്ലി ബീറ്റൺ ബൈ ദ ലോക്കൽ പീപ്പിൾ. ഞങ്ങൾ പറയുന്നു, എടാ ഇത്തവണ ഞാൻ കൺവെർഷന് വേണ്ടിയിട്ട് വന്നതല്ല, ഇന്നലെ കൺവെർഷന് വേണ്ടിയിട്ടാണ് വന്നത്, അത് സമ്മതിച്ചു. ഇന്നിപ്പോൾ ഞാൻ കൺവെർഷന് വേണ്ടിയിട്ടല്ല വന്നത്, ഞാൻ ആ ശോശാക്കുട്ടിയെ ഒന്ന് കണ്ടിട്ട് പോകാനാണ് വന്നത്, എന്നെ തല്ലി സാർ. എന്ന് മതസൗഹാർദ്ദം ഇല്ലാത്ത, മതസ്വാതന്ത്ര്യമില്ലാത്തൊരു നാട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജഡ്ജിമാരെന്ത് ചെയ്തെന്നറിയാമോ? അവരതിലും വലിയ മിടുക്കന്മാർ. ഞാനിതുപോലത്തെ ഒരു ജഡ്ജ്മെൻ്റ് ആദ്യമായിട്ടാണ് കാണുന്നത്. ജഡ്ജിമാർ എഴുതുകയാണ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് എവറി സിറ്റിസൺ ദ ഫ്രീഡം ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജിയൻ. സമ്മതിക്കുന്നു അവർ. ദ മിസ്യൂസ് ഓഫ് ദിസ് ലിബർട്ടി ത്രൂ കൊയേർഷൻ, ഇൻഡ്യൂസ്മെൻറ്റ് ഓർ ഡിസെപ്ഷൻ ഹാസ് ബിക്കം എ മാറ്റർ ഓഫ് ഗ്രേവ് കൺസേൺ. ഈ സാധനത്തിൻ്റെ മിസ്യൂസ്, ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ള വാക്കിൽ പിടിച്ച് നടത്തുന്ന മതപരിവർത്തനം, അത് വലിയ ആശങ്കയുണ്ടാക്കുന്നു എന്ന് ഹൈക്കോടതി എഴുതി വച്ചിരിക്കുന്നു ജഡ്ജ്മെൻറ്റിൽ. എന്ത് ചെയ്ത് എനിക്കറിയാമല്ലോ. ഇതിൻ്റെ ഡേറ്റ് ഒന്ന് നോക്കട്ടെ. ഒക്ടോബർ 28 ചരിത്രപ്രസിദ്ധമായ ഈ ഒരു വിധി, ചരിത്രമാവാൻ പോകുന്ന വിധി. ഇതിനകത്ത് അവർ പറയുകയാണ്, ദ ഫിനോമിന ഓഫ് മാസ് ഓർ മോട്ടിവേറ്റഡ് കൺവെർഷൻസ് നോട്ട് ഓൺലി ഡിസ്റ്റർബ്സ് സോഷ്യൽ ഹാർമണി ബട്ട് ഓൾസോ ചലഞ്ചസ് ദ കൾച്ചറൽ ഐഡൻറ്റിറ്റി ഓഫ് ദ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ്. ഇവിടുത്തെ തദ്ദേശീയ സമൂഹങ്ങളുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി നശിപ്പിക്കുന്ന ഏർപ്പാടാണ് മാസ് കൺവെർഷൻ. ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ എഴുതി വച്ചിരിക്കുന്നു. ഇത് സത്യമാണെങ്കിൽ തന്നെ ഇത് എഴുതി വയ്ക്കാമോ? പുറത്ത് പറയാമോ? ഇതൊക്കെ രഹസ്യമായിട്ട് നമ്മൾ നടത്തേണ്ട കാര്യങ്ങളല്ലേ? എന്താ ഈ ജഡ്ജിയുടെ പേര്? ഞാനൊന്നുകൂടെ നോക്കട്ടെ. ഇതൊക്കെ വായിക്കൊള്ളാത്ത പേരുകളുമാണ്. രമേഷ് സിൻഹ, വലിയ കുഴപ്പമുള്ള പേരൊന്നുമല്ല. രമേഷ് സിൻഹ ഈ പരമരഹസ്യം ജഡ്ജ്മെൻറ്റിൽ എഴുതി പുറത്താക്കിയിരിക്കുന്നു. മിഷണറി ആക്ടിവിറ്റി ഇൻ ഇന്ത്യ ഡേറ്റ്സ് ബാക്ക് ടു ദ കൊളോണിയൽ പീരീഡ്. സാമ്രാജ്യത്വ കാലഘട്ടത്തിൽ നിങ്ങൾ തുടങ്ങിയ പരിപാടിയാണിത്. വെൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് എസ്റ്റാബ്ലിഷ് സ്കൂൾസ്, ഹോസ്പിറ്റൽസ് ആൻഡ് വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അന്ന് നിങ്ങൾ പള്ളിയും പള്ളിക്കൂടവും ഒക്കെ ഉണ്ടാക്കി. ഇനിഷ്യലി ദീസ് എഫേർട്സ് വെയർ ഡയറക്റ്റഡ് അറ്റ് സോഷ്യൽ അപ്ലിഫ്മെൻറ്റ്, ലിറ്ററസി ആൻഡ് ഹെൽത്ത് കെയർ. ആദ്യമൊക്കെ നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്തത്. ഹവർ ഓവർ ടൈം സം മിഷണറി ഗ്രൂപ്പ്സ് began using these platforms as avenues for proselytization. ഇത് മതം പ്രചരിപ്പിക്കാനുള്ള ഇടങ്ങളാക്കി മെല്ലെ മാറ്റി. എൻ്റെ പൊന്ന് രമേഷ് സിൻഹാജി, ഇതൊക്കെ പുറത്ത് പറയാമോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദ്രോഹിക്കാമോ? നിങ്ങൾ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അല്ലേ, അതും ഛത്തീസ്ഗഡിൽ. ക്രിസ്ത്യാനികളുടെ പ്ലാൻ ഇത്ര പച്ചയ്ക്ക് അങ്ങ് തുറന്നു കാണിക്കുക എന്ന് പറഞ്ഞാൽ മര്യാദകളില്ലേ? നിങ്ങൾ ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറപ്പോൾ അവിടെ ആർക്കും കയറാമല്ലോ. അതിന് പകരം ക്രിസ്ത്യാനികളുടെ പരിപാടി പൊളിക്കുക. എമംഗ് ഇക്കണോമിക്കലി ആൻഡ് സോഷ്യലി ഡിപ്രൈവ്ഡ് സെക്ഷൻസ്, എസ്പെഷ്യലി ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ദിസ് ലെഡ് ടു ഗ്രാജുവൽ റിലീജിയസ് കൺവേർഷൻ. ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും ഇടയ്ക്ക് പതുക്കെ നിങ്ങളുടെ കൺവേർഷൻ വർദ്ധിച്ചു വന്നു. അണ്ടർ ദ പ്രോമിസ് ഓഫ് ബെറ്റർ ലൈവ്ലിഹുഡ്, ഒരു മെച്ചപ്പെട്ട ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞു. എഡ്യൂക്കേഷൻ ഫോർ ഇക്വാലിറ്റി, ഇതൊക്കെ പ്രോമിസ് ചെയ്തു. തുല്യമായിട്ട് കൂട്ടാമെന്ന് പറഞ്ഞു. പക്ഷേ പെലേന് വേറെ പള്ളിയാണ് കേട്ടോ. അത് പുറത്ത് പറയാം, ആരും അറിയണ്ട. വാട്ട് വാസ് വൺസ് സീൻ ആസ് സർവീസ് ബിക്കെയിം ഇൻ മെനി കേസസ് എ സട്ടിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് റിലീജിയസ് എക്സ്പാൻഷൻ. ഒരിക്കൽ സേവനം എന്ന് പറഞ്ഞത് മെല്ലെ മതത്തിൻ്റെ വ്യാപനമായിട്ട് മാറി. ദ മെനേസ്, ഇങ്ങനൊരു വാക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി കാണിക്കുന്ന അപരാധമല്ലേ? ദ മെനേസ് എന്നാണ് പറയുന്നത് ഈ മതപരിവർത്തനത്തെ. വാസ്തവത്തിൽ ക്രിസ്തുരാജ്യത്തിലൂടെ ജനങ്ങളെ സ്വർഗരാജ്യത്തിൽ കർത്താവിങ്കലേക്ക് എത്തിക്കുന്ന പരിപാടിയെ മെനേസ് എന്ന് വിളിച്ച് ജഡ്ജിയെ വേണം ചാട്ടവാറിനടിക്കാൻ. വേണ്ടേ? അതൊക്കെ പച്ചയ്ക്ക് അങ്ങ് എഴുതി വയ്ക്കുകയാണ്.
The menace arises when conversion ceases to be a matter of personal faith and becomes a result of inducement, manipulation or exploitation or vulnerability. പേഴ്സണൽ ചോയ്സൊക്കെ പോയി കാശ് വാങ്ങിയും മറ്റ് പല സുഖസൗകര്യങ്ങൾ വാങ്ങിയും ഇതൊക്കെ ചെയ്ത് മതം മാറുന്ന ഒരേർപ്പാടായിട്ട് ഇത് മാറിയെന്ന് പാച്ചയ്ക്ക് ഛത്തീസ്ഗഡ് ഹൈക്കോടതി എഴുതി വച്ചിരിക്കുന്നു. ഇതൊന്നും ശരിയല്ലെന്നും നല്ലതല്ലെന്നും ഇത് സമൂഹത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കുമെന്നും ഒക്കെ പച്ചയ്ക്ക് എഴുതിയിട്ട് ഇവരുടെ ഹർജി തള്ളിയിട്ട് കോടതി പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിനെയോ ജില്ലാ കളക്ടറെയോ സമീപിച്ച് നിങ്ങളുടെ പ്രശ്നം എഴുതി കൊടുത്തിട്ട് അതിന് പരിഹാരം തേടാവുന്നതാണ്. ഹൈക്കോടതി ഇതിൽ ഇടപെടുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് കാണുന്നത്. പച്ചയ്ക്ക് ഹൈക്കോടതി എഴുതിയിരിക്കുന്നു, ആർട്ടിക്കിൾ 25 എന്നാൽ മതപരിവർത്തനത്തിനുള്ള ലൈസൻസ് അല്ല. നിങ്ങൾ പാൽപ്പൊടി കൊടുത്തു, ബ്രെഡ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞൊന്നും ആളുകളെ മാറ്റുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന കൂട്ടരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഗ്രാമത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കാനും പ്രവേശനമില്ല എന്ന് ബോർഡ് വയ്ക്കാനും ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അവിടെ വേറൊരു മുദ്രാവാക്യമുണ്ട്, അതും ഈ പെറ്റീഷനിലുണ്ട്. ജൽ, ജംഗൽ, ജമീൻ, ഇത് മൂന്നും ഞങ്ങൾ സംരക്ഷിക്കും എന്ന്. അതായത് അവരുടെ വെള്ളം, നദി, അവരുടെ കാട്, അവരുടെ ഭൂമി, ഇത് മൂന്നും അവരുടെയാണ്, അവർ സംരക്ഷിക്കും. പാതിരിമാർ ചോദിക്കും, ഇത് തന്നെ പോക്കൃത്തരാണെന്ന്. അവരുടെ ഭൂമിയോ? ഇതൊക്കെ ക്രിസ്ത്യാനികളുടെ ഭൂമിയാണ്, കർത്താവിൻ്റെ ഭൂമിയാണ്, ഇറങ്ങണം ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കപ്പം തന്ന് ഇവിടെ ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇത് ഇങ്ങനെ ചെയ്യാനുള്ള അവകാശമല്ലേ ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്നത്? അഥവാ അങ്ങനെ വേണ്ടേ നമ്മൾ ഭരണഘടന വായിക്കാൻ? കേരളത്തിൽ ഈ കേസ് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ഈ അടികളൊക്കെ ഹൈക്കോടതി അടിച്ചതുകൊണ്ടായിരിക്കാം. കാരണം ജഡ്ജ്മെൻറ്റ് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ സംഗതി ആകെക്കൂടെ തകിടം മറിയും എന്ന് തോന്നിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് ക്രിസ്ത്യാനി ഒരു കോമ്പിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ വിടുകയില്ലല്ലോ മാധ്യമങ്ങൾ. പിന്നെ ഒരു പ്രത്യേകത ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കത്തോലിക്ക സഭയല്ല, പാസ്റ്റർ എന്നാണ് പറയുന്നത്. കാത്തലിക് ആണോ, പ്രൊട്ടസ്റ്റൻ്റ് ആണോ, ഇവാഞ്ചലിസ്റ്റ് ആണോ എന്നൊന്നും പറയുന്നില്ല. ബട്ട് ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കണം. ഭാരതത്തിൽ പൊതുവേ നിങ്ങൾ നോക്കിക്കോ, ഇവാഞ്ചലിസ്റ്റുകാരെ, പെന്തക്കോസ്തുകാരെ റോട്ടിലിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ വലിയ ബഹളമൊന്നും നടക്കില്ല. കത്തോലിക്കരെ ഒന്ന് തുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ വലിയ വാർത്തയും പ്രശ്നമൊക്കെ ആകും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ കൂടുതൽ കത്തോലിക്കരുണ്ടെന്നും ആ കത്തോലിക്കരെ ആരെങ്കിലും തുറിച്ചു നോക്കി അത് വാർത്തയാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കുറേപക്ഷം കത്തോലിക്കനെങ്കിലും BJPയിൽ നിന്ന് അകലുമെന്നും വിചാരിച്ചാണ് ഈ വലിയ ചെണ്ട കൊട്ടുന്നത്. അല്ലാതെ ക്രിസ്ത്യാനികളോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യാനികളോടോ ന്യൂനപക്ഷങ്ങളോടോ സ്നേഹമുണ്ടെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റും രമേശ് സിൻഹയുടെ ഈ ജഡ്ജ്മെൻറ്റും ചർച്ചയ്ക്ക് എടുക്കണമായിരുന്നു. ഒക്ടോബർ 28 വന്ന ജഡ്ജ്മെൻ്റ് അല്ലേ, ഇന്നിപ്പം നവംബർ 4 ആരെങ്കിലും ഒന്ന് ചർച്ച ചെയ്യണ്ടേ? ഇല്ലല്ലോ. ഇതൊക്കെയാണ് മാധ്യമങ്ങളുടെയും കമ്മിറ്റ്മെൻറ്റ് ടുവേഴ്സ് ക്രിസ്ത്യാനിറ്റി. ഏതായാലും ഛത്തീസ്ഗഡ് ഹൈക്കോർട്ടിന് എൻ്റെ അഭിനന്ദനങ്ങൾ. പക്ഷേ സുപ്രീം കോടതി അവിടെ ഇരിപ്പുണ്ട് എന്നോർക്കണം. സുപ്രീം കോടതി ഒക്ടോബർ 17 നമ്മുടെ പർദിവാല UPയിലെ ഒരു 6 FIR അങ്ങോട്ട് ക്വാഷ് ചെയ്തു. അതും ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ കൺവേർഷൻ സംബന്ധിച്ച FIR ആയിരുന്നു. 6 എണ്ണം, നല്ല ഒന്നാന്തരം FIR. കുറ്റപത്രം വരെ ആയതാ ലോവർ കോർട്ടിൽ. പർദിവാല വിട്ടില്ല, കൊണ്ടുവാടാ ഇവിടെ നിന്ന് എല്ലാം കൂടെ വരുത്തിച്ച് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ അധികാരം ഉപയോഗിച്ച് പുള്ളിയും ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് ഛത്തീസ്ഗഡ് കോടതിയിലെ വിധി കിട്ടി എന്ന് വിചാരിച്ചിട്ട് ആരും തുള്ളിച്ചാടണ്ട. പർദിവാല അവിടെ ഇരിപ്പുണ്ട് സുപ്രീം കോടതിയിൽ. നമുക്ക് അവിടെ വെച്ച് കാണാം. യോഗി ആദിത്യനാഥിന് പൂട്ടിടാൻ പർദിവാലയ്ക്ക് സാധിക്കുമെങ്കിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ പൂട്ടിടാൻ വലിയ കാര്യമൊന്നുമല്ല. ഏതായാലും സുപ്രീം കോടതിയിൽ കാണാം. താങ്ക് യു.